ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 2 ഡേ ട്രിപ്പാണ്. നമ്മൾ ഡൽഹിയിലോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്നത് ഒരു 12 മണി ആ ടൈമിലാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിലെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. CBയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഡൽഹിയിലോട്ടാണ് നമ്മുടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം ഞങ്ങളവിടെ നിന്ന് ഡൽഹിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാനും ചേച്ചിയും കുഞ്ഞുങ്ങളും ചേട്ടനും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ വണ്ടിയിൽ ഓരോ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു ഇത്. പുറത്തോട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ അധികം സ്ഥലങ്ങളിലൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇങ്ങനെ ഓരോ വലിയ വലിയ ഫ്ലാറ്റുകളായാലും വലിയ വലിയ ഓഫീസുകളൊക്കെ ഞാനിങ്ങനെ കണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സെൻറ്ററിലേക്ക് കടന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു ക്വാർട്ടേഴ്സിലാണ്, ക്വാർട്ടേഴ്സിൻ്റെ ഏരിയയിലോട്ട് എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോലെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ് ആകുമ്പോഴത്തേനും മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിന് മാർക്കറ്റിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നത്, അവിടുത്തെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ചുറ്റും കാഴ്ചകളൊക്കെ വ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് പറന്ന് പോവുകയാണ്. എപ്പോഴും ഇവിടെ എപ്പോഴും നമ്മുടെ ഫ്ലൈറ്റുകൾ കാണാൻ പറ്റും. കാരണം എയർപോർട്ട് അടുത്തായതുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ക്യാബ് കുറച്ച് പുറകിലോട്ടാണ് ഇട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നങ്ങോട്ട് ചെല്ലുകയാണ്. വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കൂടെ നടക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങി. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണിക്കൊന്ന ഇഷ്ടം പോലെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മുടെ അവിടെയൊക്കെ ഏപ്രിൽ ആ വിഷുവിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഡേ ടു ഡേ എല്ലാ ദിവസവും നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇവിടെ ചുറ്റിനും അതാണ്. ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. പക്ഷേ വേറൊരു സംഭവം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കണ്ടു. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്, കഞ്ചാവാണ് നമ്മുടെ. അപ്പോൾ ഇതവിടെ ഒരു ഒറ്റ ചെടിയായിട്ട് അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേന് ഇവിടെ വേറൊരു പ്രത്യേകത, ഇഷ്ടം പോലെ വേപ്പ് മരങ്ങളാണ് ഞങ്ങളീ കാണുന്നത്. ശരിക്കും വേപ്പ് ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അധികം ഒന്നും വേപ്പ് കാണാൻ ഇല്ല. എല്ലാം ചുരുക്കം വീടുകളിൽ മാത്രമേ നമുക്ക് വേപ്പ് കാണാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ മൊത്തം വഴിയോരങ്ങളിൽ മൊത്തം വേപ്പിൻ്റെ വലിയ വലിയ തേക്ക് പോലെയുള്ള അത്രയും വലുപ്പത്തിലാണ് നമ്മുടെ വേപ്പുള്ളത്. അതിനുശേഷം ഈവനിങ് അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി. ഇതാണ് എൻ്റെ കോലം, ഇതാണ് ഞാൻ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈവനിങ് സമയത്ത് ഒരുപാട് റഷും കാര്യങ്ങളും ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചുകൊണ്ട് പോകുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂറൽ ലുക്കിൽ തന്നെയാണ് ഞാൻ പോയത്. ഭയങ്കര ചൂടായത് കൊണ്ടാണ് അങ്ങനെ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ പോയില്ല, ചേട്ടൻ അമ്പലത്തിൽ പോയി. അവിടെ അടുത്തുള്ളൊരു അമ്പലമാണ്, ഒരു മുരുകൻ്റെ അമ്പലമാണ്. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യൂ ആണ് ഞാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വരണം, എനിക്കൊരു വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് പിന്നെ ചേട്ടൻ എടുത്തുകൊണ്ട് വന്ന വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നൈറ്റ് ഞങ്ങളുടെ കരോക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, അടിപൊളി വൈബായിരുന്നു. നമ്മളെല്ലാവരും കൂടെ നല്ല രസമുണ്ടായിരുന്നു. ഓരോ പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് കരോക്കെ 2 ടീമായിട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ നല്ല ഒരു ഡേ ആയിട്ട് തന്നെ പോയി. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ അവസാനം ഒരു 1 മണിയോടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എണീച്ചു, കൊച്ചുമായിട്ടൊക്കെ കുറച്ച് നേരം കളിച്ചു. ഇതാണ് അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഇതുപോലെ ചെറിയ ചെറിയ ഒരെണ്ണത്തിൽ തന്നെ 2 പേരാണ് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്.
ഇനിയും ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. സൺഡേ പോയിട്ട് മൺഡേ ആണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് അധികം ബ്ലോക്കൊന്നുമില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് എത്തി. പക്ഷേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2 മണിക്കൂർ നമ്മൾക്ക് എടുത്തു വീട്ടിൽ വരാൻ വേണ്ടിയിട്ട്. അത്രയും നേരം എടുക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് വെഡ്ഡിങ് സമയത്ത് ഒരു ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് അയച്ചതാണ് തഞ്ചാവൂരിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഇങ്ങനൊരു കീ ചെയിനാണ് വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കീ ചെയിൻ ഞങ്ങളുടെ രണ്ടുപേരും പേരൊക്കെ എഴുതിയിട്ട് 2 ഫോട്ടോയൊക്കെ വന്നിട്ടാണ്. അതിനുശേഷം ഈ ഒരു ഫോട്ടോയും കൂടി വന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഫോട്ടോ. ഈ കീ ചെയിൻ ആയാലും ഫോട്ടോ ആയാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഗിഫ്റ്റായിരുന്നു ഇത്. ചെറുതാണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള നല്ല ഒരു കാണാൻ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.